നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായ തൃശ്ശിവപേരൂർ താലൂക്കിലെ പെരിങ്ങോട്ടുകര ദേശം. പച്ചപ്പും പാടങ്ങളും നിറഞ്ഞ ആ ഗ്രാമത്തിന്റെ ഒത്ത നടുക്ക് തലയുയർത്തി നിൽക്കുന്ന ആവണങ്ങാട്ട് പണിക്കർ തറവാട്. ആ കുടുംബത്തിൽ ഒരു കാലത്ത് ഒരു പുരുഷനല്ലാതെ മറ്റാരുമില്ലാതെയായിത്തീർന്നു. ഒടുവിൽ ശേഷിച്ച ആ പണിക്കർ ഗുരുവായൂരിനടുത്തുള്ള കണ്ണഞ്ചിറയിൽ നിന്നും വിവാഹം കഴിച്ചുകൊണ്ടുവന്ന സ്ത്രീയുമായി അവിടെ താമസമുറപ്പിച്ചു. ആ ദമ്പതികൾക്ക് ഉണ്ണിത്താമൻ എന്നും കേളുണ്ണി എന്നും 2 പുത്രന്മാരും 4 സ്ത്രീ സന്താനങ്ങളും ഉണ്ടായി. കാലം പോകവേ പണിക്കർ തന്റെ സർവസ്വവും തന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമായി കൊടുക്കുകയും അവരെ തന്റെ കുടുംബാവകാശികളാക്കി തീർക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും ആവണങ്ങാട്ട് പണിക്കർ എന്നുള്ള പേര് സിദ്ധിച്ചു. ഉണ്ണിത്താമനും കേളുണ്ണിയും ബാല്യം മുതലേ അസാമാന്യ പ്രതിഭയുള്ളവരായിരുന്നു. കൂടുതൽ വിദ്യ അഭ്യസിക്കാനായി അവർ തങ്ങളുടെ മാതുലഗൃഹത്തിലേക്ക് പോയി. മാന്ത്രിക വിദ്യയിൽ അഗ്രഗണ്യരായ ആ കുടുംബത്തിലെ സഹവാസം ആ സഹോദരന്മാരെ വലിയ മാന്ത്രികന്മാരാക്കി മാറ്റി. വിദ്യാഭ്യാസത്തിനു ശേഷം തിരിച്ചെത്തിയ അവർ പിതൃദത്തമായ സ്വഗൃഹത്തിൽ തന്നെ താമസമുറപ്പിച്ചു. മന്ത്രവാദികൾക്ക് അവരുടെ കർമ്മങ്ങൾ ശരിയായി ഫലിക്കുന്നതിന് ഏതെങ്കിലും ഒരു മൂർത്തിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ഉണ്ണിത്താമ പണിക്കരും കേളു പണിക്കരും ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി. അവർക്കു 2 പേർക്കും ഇരിക്കുവാൻ മതിയാകത്തക്ക വിസ്താരത്തോടുകൂടി ഒരു കിണർ കുഴിപ്പിച്ച് അതിലിറങ്ങിയിരുന്ന് തപസ് ചെയ്താണ് ഗണപതിയെ പ്രത്യക്ഷമാക്കിയത്. ആ കിണറിന് വളരെ താഴ്ചയുണ്ടായിരുന്നുവെങ്കിലും അതിൽ വെള്ളമുണ്ടായിരുന്നില്ല. അതിനാൽ അതിന്റെ അടിയിലും മുകളിലും കല്ലുപാകി തളം ചെയ്തിരുന്നു. അതിലേക്കിറങ്ങുവാൻ ഒരു വശത്തുകൂടിയാണ് വഴിവെച്ചിരുന്നത്. അവർക്കു 2 പേർക്കും സഹായികളായി അവരുടെ ഭാഗിനേയന്മാരായ കുഞ്ചുപണിക്കരും രാമപണിക്കരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷമാക്കിയതിന്റെ ശേഷം ആ ദേവൻ മുഖാന്തരം ആത്മാർത്ഥമായും പരമാർത്ഥമായും പല കാര്യങ്ങൾ സാധിക്കുകയും സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിലൂടെ അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയിൽ തന്നെയായിരുന്നു ആ തറവാട്. എങ്കിലും അവർക്കതൊന്നുകൊണ്ടും തൃപ്തിയായില്ല. അക്കാലത്ത് പഞ്ചനല്ലൂർ ഭട്ടതിരി എന്ന് പ്രസിദ്ധനായിട്ട് ഒരു മാന്ത്രികനുണ്ടായിരുന്നു. അദ്ദേഹം ചാത്തന്മാരെ സേവിച്ചു പ്രത്യക്ഷപ്പെടുത്തി തന്റെ വശംവദലാക്കി തീർത്തിരുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ അധീനതയിൽ 400 ചാത്തന്മാരുണ്ടായിരുന്നു. അവരിൽ 10 മൂർത്തികളെ നാട്ടിലെ മറ്റൊരു പ്രസിദ്ധ മാന്ത്രികനായ കാട്ടുമാടസ് നമ്പൂതിരിക്ക് വിട്ടുകൊടുത്തത് കൂടാതെ 390 ചാത്തന്മാരാണ് പിന്നീട് ഭട്ടതിരിക്കുണ്ടായിരുന്നത്. ആ ചാത്തന്മാർ മുഖാന്തരം ഭട്ടതിരിയും അനേക കാര്യങ്ങൾ സാധിക്കുകയും അന്യന്മാർക്ക് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗണപതി മുഖാന്തരം പണിക്കർ സാധിച്ചിരുന്നതിലധികം കാര്യങ്ങൾ ഭട്ടതിരി ചാത്തന്മാർ മൂലം സാധിച്ചിരുന്നു. ഗണപതിയെക്കൊണ്ട് ദാസ്യപ്രവൃത്തിയൊന്നും ചെയ്യിക്കാൻ പാടില്ലാത്തതിനാലും ചാത്തന്മാരെക്കൊണ്ട് സകല പ്രവൃത്തികളും ചെയ്യിക്കാമായിരുന്നതുകൊണ്ടും ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി പണിക്കരുടെ അടുക്കൽ ചെല്ലുന്നതിലധികം ആളുകൾ ഭട്ടതിരിയുടെ അടുക്കൽ ചെന്നുകൊണ്ടിരുന്നു. അതിനാൽ ആദായവും ഭട്ടതിരിക്കാണ് അധികമുണ്ടായിക്കൊണ്ടിരുന്നത്. ഈ വർത്തമാനം അറിഞ്ഞതിനാൽ ഏതുവിധവും ആ ചാത്തന്മാരെ സ്വാധീനപ്പെടുത്തണമെന്ന ഒരാഗ്രഹം പണിക്കർക്ക് കലശലായിട്ടുണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ണിത്താമനും കേളുണ്ണിയും തങ്ങളുടെ ഭാഗിനേയന്മാരോടൊപ്പം പഞ്ചനല്ലൂർ ഭട്ടതിരിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ ചാത്തന്മാരിൽ ചിലരെ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭട്ടതിരി താനൊരു ബ്രാഹ്മണനായിരിക്കുന്ന സ്ഥിതിക്ക് നീചമൂർത്തികളായ ചാത്തന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ഉത്തമമല്ലെന്നും തനിക്ക് ഈശ്വരന്മാരായിട്ടുള്ള മൂർത്തികളിൽ ആരെയെങ്കിലും സ്വാധീനപ്പെടുത്തണമെന്നും അതിന് ആവണങ്ങാട്ട് പണിക്കരുടെ ഗണപതിയെ തന്നെ ആയാൽ കൊള്ളാമെന്നും വിചാരിക്കുകയായിരുന്നു. ചാത്തന്മാരെ യഥാക്രമം സേവിച്ചുകൊണ്ടിരിക്കുന്നവരായ ആരെയെങ്കിലും ഏൽപ്പിക്കാതെ വെറുതെ വിട്ടയച്ചാൽ അവർ ഉപദ്രവിച്ചെങ്കിലോ എന്നുള്ള ഭയവും ഭട്ടതിരിക്കുണ്ടായിരുന്നു. അതിനാൽ ഉണ്ണിത്താമ പണിക്കരും സഹോദരനും കൂടി ചെന്ന് അപേക്ഷിച്ച ഉടനെ ഭട്ടതിരി, എന്റെ ചാത്തന്മാരിൽ ചില മൂർത്തികളെ മാത്രമാക്കണ്ട, ഇവിടെ എനിക്ക് അധീനന്മാരായിട്ട് 390 ചാത്തന്മാരാണുള്ളത്. അവരെയൊക്കെ പണിക്കർക്ക് വിട്ടുതന്നേക്കാം. എന്നാൽ പണിക്കരുടെ ഗണപതിയെ എനിക്ക് വിട്ടുതരണം. ചാത്തന്മാരെ കൊണ്ടുണ്ടാകുന്നിടത്തോളം ഉപകാരവും ആദായവും ഗണപതിയെ കൊണ്ടുണ്ടാവുകയില്ല. എങ്കിലും ആ നഷ്ടം ഞാൻ സഹിച്ചുകൊള്ളാം എന്നു പറഞ്ഞു. ഭട്ടതിരിയുടെ ഈ അഭിപ്രായത്തെ ഉണ്ണിത്താമ പണിക്കരും സഹോദരനും സസന്തോഷം സമ്മതിക്കുകയും 2 കൂട്ടുകാരും അവരുടെ സേവാമൂർത്തികളെ പരസ്പരം വിട്ടുകൊടുക്കുകയും ചെയ്തു. ഗണപതിയെ സേവിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള മുറകൾ പണിക്കർ ഭട്ടതിരിക്കും ചാത്തന്മാരെ സേവിക്കാനുള്ള ക്രമങ്ങൾ ഭട്ടതിരി പണിക്കർക്കും ഉപദേശിക്കുകയും അങ്ങനെ
ആവണങ്ങാട്ട് ഗണപതി പഞ്ചനല്ലൂർ ഗണപതിയും പഞ്ചനല്ലൂർ ചാത്തന്മാർ ആവണങ്ങാട്ട് ചാത്തന്മാരുമായി തീർന്നു. ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും തപസിരുന്ന കിണറ്റിന്റെ കല്ലുപാകി അടച്ചിരുന്ന മേൽഭാഗത്ത് അവർ ഒരു മുല്ലത്തറയാക്കുകയും ആ മുല്ലത്തറയെ ചാത്തന്മാരെയെല്ലാം കുടിയിരുത്തുകയും ചെയ്തു. ചാത്തന്മാരെ സേവിക്കുവാനുള്ള മുറകൾ ഉണ്ണിത്താമ പണിക്കർക്കും കേളുപണിക്കർക്കും പഞ്ചനല്ലൂർ ഭട്ടതിരി ഉപദേശിച്ചതുപോലെ ഇവർ ഇവരുടെ ഭാഗ്യന്മാരായ കുഞ്ചുപണിക്കർക്കും രാമപണിക്കർക്കും ഉപദേശിച്ചു കൊടുത്തു. ശേഷം ആ ചാത്തന്മാർ മുഖാന്തരം അവർക്ക് അനേകം കാര്യങ്ങൾ സാധിക്കുകയും അന്യർക്ക് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പെരിങ്ങോട്ടുകരയുടെ വിധി മാറുകയായിരുന്നു. ഒരു സായാഹ്നത്തിൽ പകൽ വെളിച്ചം സാവധാനം പിൻവാങ്ങിക്കൊണ്ടിരുന്ന നേരത്താണ് നാട്ടിലെ പ്രമാണിയായ കുന്നത്തൂർ മേനോന്റെ മകൾ മാധവിക്കുട്ടി തറവാടിനോട് ചേർന്നുള്ള പുഴക്കടവിലേക്ക് വന്നത്. ആകാശം ചെമന്ന് തുടുത്തിരുന്നു. കടവിൽ മാധവിക്കുട്ടി എത്തിയപ്പോൾ ചുറ്റും ആരുമുണ്ടായിരുന്നില്ല. വിജനമായ ആ പ്രദേശം വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നു. മാധവിക്കുട്ടി തന്റെ കയ്യിലുണ്ടായിരുന്ന മാറ്റുപുടവ കൽപ്പടവിൽ വെച്ചു. ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് ഒരൊറ്റ മുണ്ട് മാറിടത്തിൽ മുറുക്കിക്കെട്ടി അവൾ പുഴയുടെ തണുപ്പിലേക്ക് പതുക്കെ ഇറങ്ങി. വെള്ളത്തിന്റെ ഓളങ്ങൾ അവളുടെ പാദങ്ങളെ തൊട്ടു. അവൾ വെള്ളത്തിൽ മുങ്ങി നിവർന്നു. കണ്ണുകൾ തുടച്ച് ചുറ്റും നോക്കിയപ്പോൾ വെള്ളത്തിനു മുകളിൽ അസാധാരണമായ ഒരു ചലനം അവൾ കണ്ടു. പെട്ടെന്ന് വെള്ളത്തിനടിയിൽ നിന്ന് കരിപുരണ്ട് പരുക്കൻ നഖങ്ങളുള്ള അദൃശ്യമായ ഒരു കൈ അവളുടെ കാൽപാദത്തിൽ മുറുകെ പിടിച്ചു. മാധവിക്കുട്ടി ഞെട്ടിപ്പോയി. അമ്മേ എന്ന് നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും വായുവിൽ മുഴങ്ങിയത് മുറിഞ്ഞ ഒരൊച്ച മാത്രം. അദൃശ്യശക്തി അവളെ ആഴങ്ങളിലേക്ക് ശക്തിയായി പിടിച്ചു വലിച്ചു. അവൾ കരയിലേക്ക് കയറാൻ സർവശക്തിയും എടുത്ത് കൈകാലുകൾ ഇട്ടടിച്ചെങ്കിലും ആ കരിമ്പന പോലെയുള്ള കരങ്ങൾ അവളെ വിട്ടില്ല. ഒരു നിമിഷം അവൾ വെള്ളത്തിനു മുകളിൽ ഉയർന്നു വന്ന് ആർത്തനാദം മുഴക്കി. അടുത്ത നിമിഷം ഒരു വലിയ കുമിള മാത്രം ബാക്കി നിർത്തി മാധവിക്കുട്ടി പുഴയുടെ അഗാധതയിലേക്ക് താഴ്ന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വഴി വന്ന അയൽവാസി ഗോപാലപിള്ള പുഴക്കടവിലെത്തിയതാണ്. കടവിൽ ആരെയും കാണാനില്ലെങ്കിലും കൽപ്പടവിൽ വച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. മാധവിക്കുട്ടി, എവിടെ പോയി ഈ കുട്ടി? പിള്ള ചുറ്റും നോക്കി വിളിച്ചു. മറുപടി ഒന്നുമുണ്ടായിരുന്നില്ല. പുഴയിലെ വെള്ളം ഇപ്പോൾ വല്ലാത്തൊരു നിശ്ചലതയിലായിരുന്നു. നേരം ഇരുട്ടിത്തുടങ്ങി. വസ്ത്രം ഇവിടെയിട്ട് ഇവൾ എങ്ങോട്ട് പോയി? അദ്ദേഹം സംശയത്തോടെ പടവുകളിലേക്ക് നടന്നു. വസ്ത്രം ആരുടേതാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാനായി അദ്ദേഹം കുനിഞ്ഞ് അതെടുക്കാൻ കൈ നീട്ടി. പിള്ളയുടെ വിരലുകൾ ആ വസ്ത്രത്തിൽ തൊടാൻ തുടങ്ങിയതും ഒരഗ്നിസ്ഫുലിംഗം പോലുമില്ലാതെ ആ വസ്ത്രങ്ങൾ ആളിപ്പടർന്നു. നിമിഷനേരം കൊണ്ട് മാധവിക്കുട്ടിയുടെ വസ്ത്രങ്ങൾ കത്തിയമർന്നു. ഭസ്മത്തിന്റെ ഗന്ധത്തിനു പകരം അവിടെ കരിഞ്ഞ മാംസത്തിന്റെ ഒരു ദുർഗന്ധം പടർന്നു. പേടികൊണ്ട് അദ്ദേഹത്തിന്റെ തൊണ്ടയിടറി. ഈശ്വര, ഇത് മനുഷ്യസാധ്യമല്ല. പുഴയിലേക്ക് നോക്കിയ അദ്ദേഹത്തിന് വെള്ളത്തിനടിയിൽ നിന്നും രണ്ട് ചുവന്ന കണ്ണുകൾ തിളങ്ങുന്നതുപോലെ തോന്നി. മറ്റൊന്നും ആലോചിക്കാതെ പ്രാണഭയത്താൽ അദ്ദേഹം ആവണങ്ങാട്ട് തറവാട്ടിലേക്ക് ഓടി. കിതച്ചുകൊണ്ട് പൂമുഖത്തേക്ക് ഓടിക്കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആവണങ്ങാട്ടെ പൂമുഖത്ത് ഉണ്ണിത്താമ പണിക്കരും കേളുപണിക്കരും ഗൗരവത്തിലിരിക്കുകയായിരുന്നു. കൂടെ അവരുടെ ഭാഗിനേയന്മാരായ കുഞ്ചുപണിക്കരും രാമപണിക്കരും പിന്നെ അയൽപ്പക്കത്തെ വിശ്വസ്തനായ മൂത്തോനാർ നമ്പൂതിരിയുമുണ്ട്. പണിക്കരെ, അനർത്ഥം! വടക്കേലെ മാധവിക്കുട്ടിയെ കാണാനില്ല. പുഴവക്കിൽ കുളിക്കാൻ പോയതാണ്. അവിടെ അവളുടെ വസ്ത്രങ്ങൾ മാത്രം തീവടിച്ച നിലയിൽ കിടക്കുന്നു. ഉണ്ണിത്താമ പണിക്കർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. മുഖത്ത് വല്ലാത്തൊരു ഗർവോടുകൂടി ചിരിച്ചുകൊണ്ട്. അതിന് നീ ഇവിടെ വന്ന് പറയേണ്ട കാര്യമെന്താണ്? നീ വേറെ എവിടെങ്കിലും പോയി നോക്ക്. അവൾ അവിടെ എവിടെങ്കിലും കാണും. ഇദ്ദേഹത്തിന്റെ ഈ ധാർഷ്ട്യം നിറഞ്ഞ മറുപടി കേട്ട് നിസ്സഹായനായ അയാൾ കുന്നത്തൂർ തറവാട്ടിലേക്ക് ഓടി. അയാൾ പോകുന്നത് നോക്കിക്കൊണ്ടൊരു പരിഹാസത്തോടുകൂടി ഉണ്ണിത്താമ പണിക്കർ, നാട്ടിൽ ആരെങ്കിലും കാണാതായാൽ ഉടനെ ഓടി ഇങ്ങോട്ടാണോ വരേണ്ടത്? മേനോനൊന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം നമുക്ക് ഇടപെടാം. മൂത്തോനാർ നമ്പൂതിരി ഒന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട്. അവൾ ആരുടെ കൂടെ ഓടിപ്പോയില്ലെന്ന് ആര് കണ്ടു? അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. മൂത്തോനാർ, നേരെ മിഷ്ടിയായി, ഞാൻ എന്നാൽ ഇല്ലത്തേക്ക് പോവുകയാണ്.
അദ്ദേഹം അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. പക്ഷേ ആ രാത്രി പെരിങ്ങോട്ടുകരയെ കാത്തിരുന്നത് വീണ്ടും ഒരു ദുർമരണത്തിന്റെ മരവിച്ച അന്തരീക്ഷമായിരുന്നു. ഗ്രാമത്തിലെ പ്രമുഖമായ പുളിയപ്പിള്ളി ഇല്ലം കാരണവർ ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്റെ ശയനമുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. കാറ്റിന്റെ ഉഗ്രമായ ചൂളം വിളി. ദൂരെ എവിടെയോ ഒരു കൂമൻ നിർത്താതെ കരയുന്നു. മരച്ചില്ലകൾ തറവാടിന്റെ മേൽക്കൂരയിൽ ഉരസുന്ന ശബ്ദം. ഇല്ലത്തെ നടുമുറ്റത്ത് വിളക്കുകൾ തനിയെ അണഞ്ഞു. പെട്ടെന്ന് മുറിക്കുള്ളിൽ വായു മരവിച്ചു. കരിയുടെയും പച്ച മാംസത്തിന്റെയും ഗന്ധം മുറിയിൽ പടർന്നു. ശങ്കരൻ നമ്പൂതിരിപ്പാട് കിതച്ചുകൊണ്ട്, ആരാണവിടെ? കുട്ടിരാമ, വിളക്ക് കൊണ്ടുവാ. അദ്ദേഹത്തിന് മറുപടി ലഭിച്ചില്ല. മുറിക്കുള്ളിലെ ഭാരമേറിയ മരപ്പെട്ടികൾ തനിയെ വായുവിൽ ഉയർന്ന് നിലത്തേക്ക് വീണു. ആ ശബ്ദം കേട്ട കാരണവരുടെ മകൻ നാരായണനും അന്തർജനങ്ങളും ഭയത്തോടുകൂടി കാരണവരുടെ മുറിയുടെ അടുത്തേക്ക് ഓടിയെത്തി. പക്ഷെ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. നാരായണൻ, അച്ഛാ, വാതിൽ തുറക്കൂ, എന്താ അകത്ത് നടക്കുന്നത്? ശങ്കരൻ നമ്പൂതിരിപ്പാട് അകത്തുനിന്ന് ആർത്തനാദത്തോടെ, പിന്നെ വിടൂ, കരിപുരണ്ട 2 കൈകൾ എന്റെ കഴുത്തിൽ മുറുകുന്നു. അയ്യോ, ചാത്തന്മാർ എന്നെ കൊല്ലുന്നേ. അന്തർജനം കരഞ്ഞുകൊണ്ട്, ഭഗവാനെ രക്ഷിക്കണേ. നാരായണൻ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. കാരണവർ വായുവിൽ തൂങ്ങി നിൽക്കുന്നു. അദൃശ്യമായ ഏതോ കരങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിരലുകൾ വായുവിൽ ആരെയോ തടയാൻ ശ്രമിക്കുന്നത് പോലെ പിടയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അദൃശ്യമായ ആ ശക്തി കാരണവരുടെ ശരീരം മേൽക്കൂരയിലെ ഉത്തരത്തിലേക്ക് ആഞ്ഞടിച്ചു. എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം ആ നിശബ്ദതയെ ഭേദിച്ചു. താഴെ വീണ കാരണവരുടെ നെഞ്ചിൽ കരിപുരണ്ട 3 വിരലുകളുടെ അടയാളം മാത്രം അവശേഷിച്ചു. അദ്ദേഹം അപ്പോഴേക്കും മരണത്തിനിരയായിരുന്നു. നാരായണനും അന്തർജനങ്ങളും ഭയത്തോടുകൂടി അലറിക്കരഞ്ഞു. അന്തർജനങ്ങളുടെ അലർച്ച കേട്ട നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തി. ഒരു അന്തർജനം അവിടെ നടന്ന സംഭവം ഒരു വിങ്ങലോടുകൂടി നാട്ടുകാരെ പറഞ്ഞു ധരിപ്പിച്ചു. ദേശം മുഴുവൻ ഭീതിയോടെ വിറച്ചു. ഒരു മനുഷ്യ സാന്നിധ്യവുമില്ലാതെ പുളിയപ്പിള്ളി ഇല്ലത്തെ കാരണവർ കൊല്ലപ്പെട്ട വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അത് വെറുമൊരു മരണമായിരുന്നില്ല, വരാനിരിക്കുന്ന വലിയൊരു വിപത്തിന്റെ തുടക്കമായിരുന്നു. പിറ്റേന്ന് പഞ്ചനല്ലൂർ മനയിൽ ഭട്ടതിരി തന്റെ ഭാര്യയോട് സംസാരിക്കുകയായിരുന്നു. ഭട്ടതിരിയുടെ മുഖത്ത് കടുത്ത ആശങ്കയായിരുന്നു. ഭട്ടതിരി, സാവിത്രി, ഞാൻ പണിക്കർക്ക് ചാത്തന്മാരെ കൈമാറിയത് തെറ്റായോ എന്നെനിക്ക് സംശയമുണ്ട്. ഗ്രാമത്തിൽ കേൾക്കുന്നതൊന്നും നല്ല വാർത്തകളല്ല. സ്ത്രീകൾ പോലും സുരക്ഷിതരല്ല. ഭട്ടതിരിയുടെ ഭാര്യ ആകുലതയോടെ ചോദിച്ചു, അവർ അത്രയ്ക്ക് ക്രൂരന്മാരാണോ? ഉണ്ണിത്താമ പണിക്കർക്കും കുടുംബമൊക്കെ ഉള്ളതല്ലേ? അവർക്ക് ഈ സങ്കടം മനസ്സിലാവില്ലേ? അധികാരം തലയ്ക്ക് പിടിച്ചാൽ ധർമ്മം മറക്കും. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഭട്ടതിരി പറഞ്ഞു. ഭട്ടതിരി അവണങ്ങാട്ടെത്തുമ്പോൾ ഉണ്ണിത്താമ പണിക്കരും സംഘവും നടുമുറ്റത്ത് നിൽക്കുന്നു. ഭട്ടതിരിയുടെ ശബ്ദം ഗൗരവത്തിലായിരുന്നു. ഈ നാട്ടിൽ നടക്കുന്നതെന്താണ്? ചാത്തന്മാർ വഴിതെറ്റുന്നുവോ അതോ നിങ്ങൾ അവരെ വഴിതെറ്റിക്കുന്നുവോ? ഉണ്ണിത്താമൻ പരിഹാസത്തോടെ ചിരിച്ചു. ചാത്തന്മാർ ഇപ്പോൾ എന്റെ ദാസന്മാരാണ്. ഞാൻ പറയുന്നതേ അവർ ചെയ്യൂ. ഗ്രാമത്തിൽ നടക്കുന്നതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. രാമപ്പണിക്കർ അപ്പോൾ പതുക്കെ മുന്നോട്ട് വന്ന്, തിരുമേനി, ഞങ്ങൾ നാട്ടുകാരെ സഹായിക്കാനേ നോക്കാറുള്ളൂ. മൂത്തോനാർ തലയാട്ടിക്കൊണ്ട്, പണിക്കർക്കിതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഭട്ടതിരിക്ക് വിശ്വാസം വന്നില്ല. ഭട്ടതിരി, ഇത് ആരുടെ അറിവോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിലും അവരുടെ നല്ലതിനല്ല. ഭട്ടതിരി ഉണ്ണിത്താമ പണിക്കരെ രൂക്ഷമായി നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. ഉണ്ണിത്താമ പണിക്കർ വർദ്ധിച്ചുവന്ന ദേഷ്യത്തോടെ കൂടി, എന്നെ ചോദ്യം ചെയ്യാൻ താങ്കൾ വളർന്നിട്ടില്ല. താങ്കൾക്ക് പോകാം. ഇനി ഇതും പറഞ്ഞ് ഇവിടെ വന്നേക്കരുത്. ഭട്ടതിരി ഒരു ദൃഢനിശ്ചയത്തോടുകൂടി തന്റെ ഇല്ലത്തേക്ക് നടന്നു. ഉണ്ണിത്താമ പണിക്കർ കേളുണ്ണി പണിക്കരോടായി, എന്നാലും ആരായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്? കേളുപണിക്കർ ഒരു ആലോചനയോടെ ഇരുന്നതല്ലാതെ മറുപടി പറഞ്ഞില്ല. കുഞ്ചുപണിക്കരും രാമപ്പണിക്കരും മൂത്തോനാരും ഒരു നിർവികാരതയോടെ പരസ്പരം നോക്കി. പിന്നീടുള്ള 4 ദിവസം വലിയ അനർത്ഥങ്ങളൊന്നും കൂടാതെ തന്നെ ആ ഗ്രാമം കടന്നുപോയി. 5-ാം ദിവസം അർദ്ധരാത്രി. ആകാശം കാർമേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. അയൽഗ്രാമത്തിലെ ഉത്സവം കഴിഞ്ഞു മടങ്ങുകയായിരുന്നു ഗോപാലപിള്ള.
അവണങ്ങാട്ട് തറവാടിന്റെ പിൻഭാഗത്തെ കാട്ടുപാതയിലൂടെ നടക്കുമ്പോൾ വായുവിൽ വല്ലാത്തൊരു ശവഗന്ധവും കരിഞ്ഞ മാംസത്തിന്റെ മണവും അനുഭവപ്പെട്ടു. പെട്ടെന്ന് കാടിനുള്ളിൽ ഒരഗ്നിജ്വാല മിന്നിമറയുന്നത് പിള്ള കണ്ടു. ഭയത്തോടെയാണെങ്കിലും കൗതുകം മൂലം അദ്ദേഹം പതുക്കെ മരങ്ങൾക്കിടയിലൂടെ ഒളിഞ്ഞുനോക്കി. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ചോര മരവിപ്പിച്ചു. കാടിന്റെ നടുവിലെ ഒരു പഴയ ബലിതറയ്ക്ക് ചുറ്റും 2 രൂപങ്ങൾ ഇരിക്കുന്നു. അവരുടെ മുന്നിൽ ചോര വാർന്ന ഒരു കോഴിയും മദ്യവും കരിയും ചിതറിക്കിടക്കുന്നു. ചുറ്റിനും കറുത്ത പുകച്ചുരുൾ പോലെ കുറച്ചു രൂപങ്ങളും. അവർ ചൊല്ലുന്ന മന്ത്രങ്ങൾ കേട്ട് കാട് വിറയ്ക്കുന്നതുപോലെ തോന്നി. ആ രൂപങ്ങളുടെ ക്രൂരമായ ഭാവം കണ്ട് ഗോപാലപിള്ള പ്രാണഭയത്തോടെ അവിടെ നിന്നും ഓടി. അദ്ദേഹം നേരെ ചെന്നെത്തിയത് പഞ്ചനല്ലൂർ മനയിലാണ്. വാതിലിൽ ശക്തിയായ മുട്ടുകേട്ട് ഭട്ടതിരി പുറത്തു വന്നു. കിതച്ചു നിൽക്കുന്ന ഗോപാലപിള്ളയെ കണ്ട് അദ്ദേഹം ചോദിച്ചു, ഭട്ടതിരി, എന്താ പിള്ളേ ഈ അസമയത്ത്? മുഖമെന്താ പേടിച്ചു വിളറിയിരിക്കുന്നത്? ഗോപാലപിള്ള: തിരുമേനി, അനർത്ഥം. അവണങ്ങാട്ടെ കാട്ടിനുള്ളിൽ ദുർമന്ത്രവാദം നടക്കുന്നു. അവർ ചാത്തന്മാരെ ഉപയോഗിച്ച് ഏതോ ദുഷ്കർമ്മം ചെയ്യുവാനുള്ള പുറപ്പാടിലാണ്. ഭട്ടതിരിയുടെ മുഖം ഗൗരവത്തിലായി. അതാണ് പിള്ളേ അവർ, പറയൂ. ഗോപാലപിള്ള ചുറ്റിനും നോക്കിക്കൊണ്ട് ഭീതിയോടുകൂടി ഭട്ടതിരിയുടെ കാതിൽ മന്ത്രിച്ചു. ഭട്ടതിരി: നടക്കൂ പിള്ളേ, നമുക്കുടനെ അവണങ്ങാട്ടേക്ക് പോകണം. ഇനിയും വൈകിയാൽ ആ ഗ്രാമം തന്നെ ഇല്ലാതാകും. പിള്ള ഭയത്തോടെ അദ്ദേഹത്തിന്റെ ഒപ്പം നടന്നു. അർദ്ധരാത്രിയിൽ ഭട്ടതിരിയും പിള്ളയും അവണങ്ങാട്ട് തറവാട്ടിലെത്തി. തറവാട്ടു പടിക്കൽ നിന്നുകൊണ്ട് ഭട്ടതിരി ഉറക്കെ, പണിക്കരെ, ഉണ്ണിത്താമ പണിക്കരെ, ഇവിടെ ആരുമില്ലേ? അകത്തു നിന്നും ആരാ അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണിത്താമ പണിക്കർ വാതിൽ തുറന്നു. ഉണ്ണിത്താമൻ: എന്താ ഭട്ടതിരി, ഈ അസമയത്ത് എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഭട്ടതിരി: പണിക്കരെ, കേളുണ്ണി പണിക്കരെയും നിങ്ങളുടെ അനന്തരവന്മാരെയും വിളിക്കൂ. ഉണ്ണിത്താമൻ: അവർ അകത്തുറങ്ങുകയാണ്. എന്താ കാര്യം? ഭട്ടതിരി: കാര്യമൊക്കെ ഉണ്ട് പണിക്കർ, എന്റെയൊപ്പം ഒന്ന് വരിക. പണിക്കർ പെട്ടെന്ന് അകത്തേക്ക് നോക്കി ഉച്ചത്തിൽ. കേളുണ്ണി, ഒന്നിത്രയിടം വരിക. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം അവിടെ എത്തി. ഉണ്ണിത്താമ പണിക്കരെ ചോദ്യഭാവത്തിൽ നോക്കി. ഉണ്ണിത്താമൻ: വരിക, ഇദ്ദേഹത്തിന് എന്തോ നമ്മളെ കാണിക്കാനുണ്ടെന്നോ പറയാനുണ്ടെന്നോ തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഭട്ടതിരി അവരെയും കൂട്ടി തറവാടിന്റെ പിന്നിലെ കാടിന് സമീപമെത്തി. മരങ്ങൾക്കിടയിലൂടെ നോക്കിയ ഉണ്ണിത്താമനും കേളുപണിക്കരും ഞെട്ടിപ്പോയി. ആ ഹോമകുണ്ഡത്തിനു ചുറ്റും ക്രൂരമായ ഭാവത്തോടുകൂടി ഒരാജ്ഞയ്ക്കായി കാത്തുനിൽക്കുന്ന ചാത്തന്മാർ. ഭട്ടതിരി: ഇപ്പോൾ പ്രതികരിക്കേണ്ട. അവർ ആ 10 ചാത്തന്മാരെ മന്ത്രശക്തിയാൽ ബന്ധിച്ചിരിക്കുകയാണ്. ആദ്യം നമുക്ക് ചാത്തന്മാരെ മോചിപ്പിക്കണം. എങ്കിൽ മാത്രമേ തിരിച്ചടിക്കാൻ കഴിയൂ. അവർ തിരികെ തറവാട്ടിലെ രഹസ്യ പൂജാമുറിയിലെത്തി. പുറത്ത് കാട്ടിനുള്ളിൽ പൂജകൾ തുടരുമ്പോൾ അകത്ത് ഭട്ടതിരിയുടെ കാർമ്മികത്വത്തിൽ പണിക്കർമാർ പ്രത്യാങ്കിരാഹോമം ആരംഭിച്ചു. പൂജാമുറിയിൽ കരിങ്കൂവളത്തിന്റെ ഇലകളും ചുവന്ന തെച്ചിപ്പൂക്കളും നിരത്തി. പത്മമിട്ട് അതിനു നടുവിൽ പഞ്ചലോഹ വിഗ്രഹം വെച്ചു. ഭട്ടതിരി തന്റെ ദണ്ടുകൊണ്ട് തറയിൽ ആവാഹനമുദ്രകൾ വരച്ചു. ഹോമകുണ്ഡത്തിൽ കടുക്, ഉപ്പ്, മുളക് എന്നിവയിട്ട് ശത്രുദോഷം നീക്കാനുള്ള കടുത്ത കർമ്മങ്ങൾ തുടങ്ങി. ഭട്ടതിരി ഘോരമായ സ്വരത്തിൽ മന്ത്രം ചൊല്ലിത്തുടങ്ങി. അതോടൊപ്പം പ്രത്യേകതരം ദ്രവ്യങ്ങളും ഹോമകുണ്ഡത്തിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു. ഹോമകുണ്ഡത്തിലെ അഗ്നി ആളിപ്പടർന്നു. ഉണ്ണിത്താമനും കേളുണ്ണിയും കണ്ണുകളടച്ച് തങ്ങളുടെ കുലദൈവങ്ങളെ ധ്യാനിച്ചു. ഹോമത്തിന്റെ ശക്തിയാൽ പുറത്തു കാട്ടിൽ ബന്ധിക്കപ്പെട്ടിരുന്ന 10 ചാത്തന്മാരുടെ ബന്ധനങ്ങൾ അദൃശ്യമായി അഴിഞ്ഞു വീഴാൻ തുടങ്ങി. ഒടുവിൽ ഭട്ടതിരി ഉറക്കെ ആജ്ഞാപിച്ചു, പുറപ്പെടുക ചാത്തന്മാരെ, നിങ്ങൾ ഒത്തുചേർന്ന് അവരെ എന്നേക്കുമായി ഇല്ലാതാക്കുക. കാടിനുള്ളിൽ അവർ അവരുടെ പൂജയുടെ അന്ത്യഘട്ടത്തിലെത്തിയിരുന്നു. പെട്ടെന്ന് അവർ വശത്താക്കിയ 10 ചാത്തന്മാരും ആ ദുഷ്കർമ്മികൾക്കെതിരെ തിരിഞ്ഞു. അപ്രതീക്ഷിതമായ ആ പ്രത്യാഘാതത്തിൽ അവർ ഭയന്ന് പിറകോട്ടു മലച്ചുപോയി. പിന്നാലെ ആകാശത്തുനിന്ന് കരിമേഘങ്ങളെപ്പോലെ 380 ചാത്തന്മാരും അലറിക്കൊണ്ടിറങ്ങി വന്നു. ആ കറുത്ത ശക്തികൾ അവരെ വായുവിൽ ഉയർത്തി ആഞ്ഞടിച്ചു. ഭയം കൊണ്ട് അവർ നിലവിളിച്ചു. അപ്പോൾ ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണിയും ഭട്ടതിരിയും ശബ്ദം കേട്ട് കുഞ്ചുപണിക്കരും അവിടേക്ക് ഓടിയെത്തി. അപ്പോഴാണ് ആ വഞ്ചകരുടെ മുഖം കുഞ്ചുപണിക്കരും കാണുന്നത്. കുഞ്ചുപണിക്കർ അലർച്ചയോടുകൂടി, രാമപണിക്കരെ, മൂത്തോനാരെ, നിങ്ങളായിരുന്നോ ഈ ചതിക്ക് പിന്നിൽ? രാമപണിക്കർ രക്തം തുപ്പിക്കൊണ്ട്, എനിക്ക് ഈ തറവാടിന്റെ അധികാരം വേണമായിരുന്നു. അതിന് നിങ്ങളെ ഇല്ലാതാക്കണമായിരുന്നു. 390 ചാത്തന്മാരും അതിഭീകര രൂപം പൂണ്ട് അവരെ വലഞ്ഞു. മരങ്ങൾ കടപുഴകി വീണു. അദൃശ്യമായ കരങ്ങൾ രാമപണിക്കരുടെ കഴുത്തിൽ മുറുകി.
മൂത്തോനാർ നമ്പൂതിരിയുടെ നെഞ്ചിൽ കരിപുരണ്ട നഖങ്ങളായിരുന്നു. അതിഭീകരമായ ഒരു അട്ടഹാസത്തോടെ ചാത്തന്മാർ ആ രണ്ടുപേരെയും കൊണ്ട് അഗാധമായ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷരായി. പുകയും പൊടിയും മാറിയപ്പോൾ അവിടെ ആ തറവാടിന്റെ ശത്രുക്കൾ അവശേഷിച്ചിരുന്നില്ല. ചതിയുടെ അധ്യായം അവസാനിച്ചു. ഭട്ടതിരിയുടെ സഹായത്തോടെ ഉണ്ണിത്താമ പണിക്കർ തന്റെ തറവാടിനെ ശുദ്ധി വരുത്തി. ചാത്തന്മാർ വീണ്ടും അവണങ്ങാട്ടിന്റെ വിശ്വസ്ത കാവൽക്കാരായി മാറി. കാലങ്ങൾക്ക് ശേഷം ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും കുഞ്ചുപണിക്കരും ചരമഗതിയെ പ്രാപിച്ചതിന്റെ ശേഷം അവണങ്ങാട്ട് തറവാട്ടിലെ പിൻതലമുറ അവരുടെ പ്രതിമകളുണ്ടാക്കി വിഷ്ണുമായയുടെ ശ്രീകോവിലിൽ തന്നെ പ്രതിഷ്ഠിച്ചു. ഇവർക്കെല്ലാം പതിവായി പൂജ നടത്തിവരുന്നുമുണ്ട്. ഈ വിഗ്രഹങ്ങളിൽ വിഷ്ണുമായയുടേതും കുഞ്ചുപണിക്കരുടേതും സ്വർണം കൊണ്ടും ശേഷിക്കുന്നവർ വെള്ളികൊണ്ടും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഇവിടെ അമാവാസി, പൗർണമി മുതലായ ചില വിശേഷ ദിവസങ്ങളിൽ ശാക്തേയ രീതിയിലുള്ള പൂജകളും കർമ്മങ്ങളും പതിവുണ്ട്. ഇന്നും പെരിങ്ങോട്ടുകര അവണങ്ങാട്ട് തറവാട്ടിൽ ആ ചാത്തന്മാരുടെ ശക്തിയും പണിക്കർമാരുടെ സ്മരണയും നിലനിൽക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാനായി ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എന്നും നിങ്ങളുടെ സ്വന്തം ഭഗവതി.